പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാരാനാത്ത ധ്യാനകേന്ദ്രത്തിൻ്റെ ഈ ചാനലിലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഏറെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതുതായി വരുന്നവർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹം നിറഞ്ഞ അനുഭവം ഉണ്ടാകുവാൻ, ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിത ക്രമീകരണങ്ങൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഇന്നലെ ധ്യാനിച്ചതിൻ്റെ ബാക്കിയാണ്. വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കം. എല്ലാ മരിച്ചുപോയ പട്ടക്കാരുടെയും ഓർമ്മയ്ക്കായിട്ട് കൊഹനെ ഞായറാഴ്ച ആണ് ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ മുമ്പിൽ 16-ാം തീയതി ഞായറാഴ്ച ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മുടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും, നമ്മുടെ മരണം എപ്പോഴെന്ന് അറിയില്ല എന്ന അവസ്ഥയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി ഇരിക്കുവാൻ തക്കവണ്ണം ദൈവം ബലപ്പെടുത്തട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാൻ. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ, തിരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 36 വരെ 10 വാക്യങ്ങളാണ് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ക്രമീകരിച്ചു തന്നിരിക്കുന്നത്. പൗലോസ്ലീഹ എഫേസൂസുകാരോട് എന്താ പറയുന്നത്, വിട പറയുന്ന ഒരു ഭാഗമാണ്. ഇനി എൻ്റെ മുഖം നിങ്ങൾ കാണുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കലും നിങ്ങൾ ഇനി എൻ്റെ മുഖം ദർശിക്കില്ലെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തെ മുൻകൂട്ടി കാണുകയാണ്. അതുകൊണ്ട് എഫേസൂസുകാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ വിട്ട് ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, പക്ഷെ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല. ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ സഞ്ചരിച്ചു, എന്നാൽ ഇതാ ഇനി ഒരിക്കലും നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ലെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. തന്മൂലം നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവൻ്റെ രക്തത്തിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. ഇത് ഒരു നേതാവിന്, ഒരു സുവിശേഷകന്, ഒരു പുരോഹിതന് സ്വയം വിലയിരുത്തി ധൈര്യപൂർവം താൻ ഭരിക്കുന്ന ജനത്തോട്, തൻ്റെ ആടുകളോട് പറയുവാനായിട്ട് കഴിയണം. ഇതാണ് ഈ ലേഖനത്തിലൂടെ നമുക്ക് തരുന്നത്. എന്താ പറയുന്നത്, ഉത്തരവാദിയല്ല. കാരണം എല്ലാ കാര്യങ്ങളും ദൈവഹിതമനുസരിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവരാജ്യത്തിൽ ദൈവത്തോട് വസിക്കേണ്ടത് എങ്ങനെയെന്ന് എല്ലാ കാര്യങ്ങളും പൗലോസ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും ഈ പൗലോസിനെ പോലെ പഠിപ്പിക്കണമെന്ന് അതിനകത്ത് സൂചനയുണ്ട്. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോയാൽ പ്രയോജനമില്ല. ഇങ്ങനെയാണ് പറയുന്നത്, എന്തെന്നാൽ ദൈവത്തിൻ്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്നു ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നിങ്ങളെ ഞാൻ ഉപദേശിച്ചു. അതിലൊരു എന്താ പറയുന്നത്, അല്പം പോലും മായം ചേർത്തിട്ടില്ല എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. എന്നിട്ട് 28-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. 82-ാമത്തെ സങ്കീർത്തനം ഒരു പാട്ടായിട്ട് കത്തോലിക്കാ സഭയിൽ പാടുന്നുണ്ട്. 82-ാമത്തെ സങ്കീർത്തനം. ബലിപീഠത്തിൽ കൂടു ചമയ്ക്കും പ്രാവുകണക്കെ തിരുസഭ നിൽപ്പൂം, കൂടുതകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞോ. കർത്താവേ, നിൻ ദിവ്യദിനത്താൽ
നേടിയ സഭയെ കൈവെടിയല്ലേ. ബലിപീഠത്തിൽ കൂട് ചമയ്ക്കുന്ന ഒരു പക്ഷി കണക്ക് സഭ നിൽക്കുകയാണ്. ഈ കൂട് തകർത്ത് ആ പ്രാക്കളെയെല്ലാം പക്ഷികളെയെല്ലാം കൊന്നുകളയാൻ, കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ, നിന്റെ ദിവ്യനിണത്താൽ നേടിയ സഭയെ കൈവെടിയരുത്. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. സ്വന്തത്തെക്കുറിച്ചും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസികളെക്കുറിച്ചും കരുതലുള്ളവനായിരിക്കണം സുവിശേഷത്തിന് വേർതിരിക്കപ്പെട്ടവർ. ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. എൻ്റെ വേർപാടിന് ശേഷം ക്രൂരമായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ശിഷ്യനെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. അതിനാൽ നമുക്ക് ജാഗ്രത വേണമെന്ന് പറയണം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ വായിച്ചോളണം. ആരുടെയും സ്വർണമോ വെള്ളിയോ വസ്ത്രങ്ങളോ ഒന്നും മോഹിച്ചിട്ടില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് പൗരോഹിത്യത്തിൽ ശരിക്കും മാതൃകയാണ് പൗലോസ് ശ്ലീഹ. ആരുടെ ഒന്നും മോഹിച്ചല്ല ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്. അപ്പോൾ നമുക്കും ആരുടെ ഒന്നും മോഹിച്ചോ, മോഹമോ മറ്റൊരു മോഹങ്ങളും ഇല്ലാതെ വേല ചെയ്യുവാനായിട്ട് കഴിയണം. രണ്ടാമത്തെ ലേഖനം തെക്കുവശത്ത് വായിക്കുന്നത് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 5-11 വരെയുള്ള വായനകളാണ്. കുറച്ചധികമുണ്ട്. 1 തെസ്സലോനിക്കർ 4:13 മുതൽ. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവിൻ്റെ പ്രത്യാഗമനവും മരിച്ചവരുടെ ഉയർപ്പിനെ സംബന്ധിച്ചുമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിനുള്ള ബന്ധത്തിൽ ഇരിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ രൂപാന്തരം പ്രാപിക്കുകയും മരിച്ചുപോയവരെല്ലാം അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന ഭാഗമാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ 15-ാമത്തെ വാക്യം പറയുന്നത്, കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞാൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ മരണം ഒരു നഷ്ടമല്ല, ജീവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് പുണ്യവുമല്ല. കർത്താവിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ജീവിക്കുന്നതും മരിക്കുന്നതും ഒരേപോലെയാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. രണ്ടു കൂട്ടരും ഒരേപോലെ കൃത്യസമയത്ത് കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് ഒരുങ്ങി പുറപ്പെടും. അതുകൊണ്ട് 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 6-ാമത്തെ വാക്യം, അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം, ജാഗരൂകരായിരിക്കാം എന്നൊക്കെ അർത്ഥം വരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ പ്രത്യാഗമനത്തിലൂടെ നമുക്ക് ഉയർപ്പ് ലഭിക്കുന്നു എന്നുള്ളത് സത്യം മനസ്സിലാക്കി കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. എവൻഗേലിയോനാണ് ഇനി നമുക്ക് അവസാനമായിട്ട് ധ്യാനിക്കാനുള്ളത്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 42 മുതൽ വാക്യങ്ങളാണ്. അത് ഇതുപോലെ കഴിഞ്ഞ പ്രഭാതത്തിൻ്റെയും സന്ധ്യയുടെയും വായിച്ചതുപോലെ തന്നെയാണ് ഇതിനകത്തും ആ കണ്ടന്റ് അതാണ്. എന്നാലും നമുക്കൊന്ന് ധ്യാനിച്ചു പോകാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 42 മുതൽ 51 വരെ വാക്യങ്ങൾ ഇങ്ങനെയാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. 42, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കും. കർത്താവ് വീണ്ടും വരുന്നത് ഏത് ദിവസമാണെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ രാത്രിയിൽ ഏതു സമയത്താണ് വരുന്നതെന്ന് ഗ്രഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇട കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത
മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ. മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ ചുറ്റും വാർത്തൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും. ചുറ്റും നോക്കി ആരെങ്കിലും തുണ ചെയ്യുവാൻ വന്നിട്ടുണ്ടോ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയമുള്ളവരെ, എനിക്കറിയാവുന്ന ഒരമ്മ വളരെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി. തൻ്റെ ജീവിത പങ്കാളി വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. തൻ്റെ മക്കളെ വളരെ കഷ്ടപ്പെട്ട് വളർത്തി. അതിലൊരു കുഞ്ഞുനാളിൽ തന്നെ അപകടത്തിൽ മരണപ്പെട്ടു. ആ സങ്കടങ്ങളെല്ലാം പേറി ഈ അമ്മ തൻ്റെ ബാക്കി 2 മക്കളെയും വളർത്തി നന്നായി ഒരുവിധം കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയായി. അമ്മയുടെ കഷ്ടപ്പാട് കണ്ടറിഞ്ഞ് മക്കൾ അമ്മയെ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് അവരങ്ങനെ ഒരുമിച്ച് പോരുമ്പോൾ ഒരു ദിവസം മകൻ ജോലി കഴിഞ്ഞു വന്നു, മരുമകളും ജോലി കഴിഞ്ഞു വന്നു. അമ്മയെ വീട്ടിൽ കണ്ടില്ല. അമ്മയെന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ വിളിച്ചു, കേട്ടില്ല. പക്ഷെ അവർ വിചാരിച്ചു അമ്മ അയൽവക്കത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടാകുമെന്നൊക്കെ വിചാരിച്ചു. അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഓഫീസ് വിട്ട് കഴിഞ്ഞത് വന്നുകൊണ്ട് സന്ധ്യയിലെ കാര്യങ്ങളൊക്കെ വീട്ടിലെ ക്രമീകരിച്ചു. സന്ധ്യയ്ക്ക് 6:30, 7 മണിയായിട്ടും അമ്മയെ കാണാതെ വന്നപ്പോൾ അമ്മയെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. കുറച്ച് സ്ഥലമുള്ളെങ്കിലും ഇത്തിരി കൃഷിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവർ ആ പറമ്പിലേക്കൊക്കെ പോയി നോക്കിയപ്പോൾ അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം കണ്ടു. എന്താണെന്നറിയാമോ? അമ്മ ആ പറമ്പിൽ മരിച്ചു കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ അമ്മ മരിച്ച് 16 ദിവസം കഴിഞ്ഞാണ് ഞാൻ ആ മകനായിട്ട് സംസാരിക്കുമ്പോൾ അവനിങ്ങനെ, അമ്മ എൻ്റെ പരിചയക്കാരിയാണ് അമ്മ, പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നില്ല. 16 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുകയാണ്. അപ്പോൾ മകനുമായിട്ട് സംസാരിച്ചപ്പോൾ അവൻ ഇങ്ങനെ ചങ്ക് പൊട്ടി കരയുകയാണ്. അവൻ കരയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അമ്മ മരിച്ച സമയം അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് അമ്മ വെള്ളത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളത്തിന് വേണ്ടി ദാഹിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ, എന്നെ ഇത്രമാത്രം സ്നേഹിച്ച് എന്നെ ഇന്ന് ഒരു നല്ല ശമ്പളമുള്ള ജോലി കിട്ടുന്ന ഒരു മകൻ്റെ തലത്തിലേക്ക് എന്നെ ഉയർത്തിയതിന് എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി പങ്കുണ്ട്. എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടാണ് അതിൻ്റെ പ്രാർത്ഥനയും അമ്മയുടെ കഷ്ടപ്പാടുമാണ് അതിൻ്റെ വിലയെങ്കിൽ, അമ്മ മരിച്ച സമയത്ത് അമ്മയ്ക്കൊരു തുള്ളി വെള്ളം കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ. അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാവൂലേ ഒരു തുള്ളി വെള്ളം? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അതാണ് മരണം. അതുപോലും ലഭ്യമായിരുന്നത് എൻ്റെ നേരെ അനുഭവമാണത്. എൻ്റെ അമ്മയും അതുപോലെ പെട്ടെന്നുള്ള മരണമായിരുന്നു. അമ്മ മുറ്റത്ത് മീൻ നന്നാക്കിക്കൊണ്ടിരുന്ന അമ്മ മറിഞ്ഞു വീണു, കൈകാലിട്ടടിച്ച് പിടയുകയാണ്. നിലവിളി കേട്ട് ഞാനൊക്കെ ഓടിച്ചെന്ന് അമ്മയെ വാരിയെടുത്ത് കട്ടിലെ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ വെള്ളം കൊടുക്കുവാനുള്ള ചിന്തയല്ല വരുന്നത്, ആശുപത്രി കൊണ്ടുപോകാനുള്ള ചിന്തയാണ്. മരണവെപ്രാളമെന്നല്ല നമ്മൾ ധരിക്കുന്നത്. ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്ന അമ്മ ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്തോ തകരാറ് സംഭവിച്ചു എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ അമ്മയെ 2 കിലോമീറ്റർ അടുത്തുള്ള ആശുപത്രിയിൽ കയറ്റി കാഷ്വാലിറ്റി ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു മരണപ്പെട്ടു. അപ്പോൾ അത്താഴത്തിനുള്ള കറിക്ക് നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വെള്ളം കിട്ടിയെന്ന് മാത്രമല്ല, അത്താഴം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുമ്പോൾ പോലും മരണം സംഭവിച്ചു. പ്രിയമുള്ളവരെ, അതാണ് ഇവിടെ വചനം പറയുന്നത്. കള്ളൻ ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കണം. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. ഹല്ലേലൂയ. ജാഗരൂകരായിരിക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് പറയുകയാണ്,
45-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? പൗരോഹിത്യ നൽവരം ലഭിച്ച ആളുകളും കുടുംബ നാഥയായിരിക്കുവാൻ നൽവരം കിട്ടിയവരും ചിന്തിക്കുക. തൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ തൻ്റെ സഭ, തൻ്റെ സഭയിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആത്മീയ ഭക്ഷണം. ഇന്നിപ്പോൾ ആത്മീയ ഭക്ഷണത്തെക്കാൾ കൂടുതൽ ഭൗതിക ഭക്ഷണമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും കൊടുത്തുകൊണ്ടിരിക്കുന്നതും. ആത്മീയ ഭക്ഷണത്തിൻ്റെ ശോഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പള്ളികളിലൊക്കെ ആത്മീയ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ല. ഒരു എവൻഗേലിയൻ പ്രസംഗിക്കാൻ 5 മിനിറ്റാണ് സമയം. അത് 7 മിനിറ്റായി പോയാൽ ദേഷ്യമായി, അത് 10 മിനിറ്റായി പോയാൽ ഓടിച്ചു കളയും. അതേസമയം ഒരു പള്ളിക്ക് വരുമാനമുണ്ടാകേണ്ട ഭൗതിക കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് അരമണിക്കൂറായാലും അത് 35 മിനിറ്റായാലും 40 മിനിറ്റായാലും ഒരു പ്രശ്നവുമില്ല. അതിങ്ങനെ വാരിക്കോരി പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ വചനം പറയുന്നു, എൻ്റെ ജനത്തിന്, തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? ചോദ്യചിഹ്നമാണ്. നിയോഗിച്ചാക്കിയവൻ, ഫലമേൽപ്പിച്ചവൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കേണ്ടതിനും ഫലം നിങ്ങളിൽ നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ കർത്താവ് ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ, വേല ചെയ്യുവാൻ, കർത്താവ് വരുന്നത് വരെ അക്ഷീണം, അലസതയില്ലാതെ കൃത്യമായി കൃത്യസമയത്ത് യഥാസമയം, അവിടെ അങ്ങനെയാണ് നമ്മൾ വായിച്ചത്, യഥാസമയം തൻ്റെ ഭവനത്തിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച കൃത്യസമയത്ത് കൊടുക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുവിശേഷം വായിച്ചാൽ അപ്പോൾ തന്നെ പ്രസംഗിക്കാനുള്ള ആർജവം കാണിക്കണം, ധൈര്യം കാണിക്കണം. പാപബോധം വന്നിട്ട് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരം വിശ്വാസികൾക്ക് കൊടുക്കണം. സത്യാനുതാപമുണ്ടായി വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് ദേവാലയത്തിൽ വരുന്ന മുഴുവൻ ജനങ്ങളും രൂപാന്തരം പ്രാപിക്കാൻ സാധിക്കണം. സുവിശേഷം മനുഷ്യൻ്റെ ഭൗതിക കാര്യങ്ങൾക്ക് ശേഷമല്ല, തിരിച്ചറിയുന്നത് നല്ലതാണ്. എൻ്റെ ജീവിതത്തിലൊക്കെ ചെറുപ്പകാലത്തൊന്നും സുവിശേഷത്തിനൊന്നും വലിയ വില ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൻ്റെ കഷ്ടതകളും തകർച്ചകളും വേദനകളും ആര്യതിൽ നിന്ന് കരകയറ്റുമെന്നുള്ള ചിന്തയിലൊക്കെ ഒരു ധ്യാനം കൂടിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിലൊക്കെ സുവിശേഷത്തിന് പ്രാധാന്യമുണ്ടായത്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെ സുവിശേഷത്തിന് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. സുവിശേഷം വായിക്കാനും, സുവിശേഷം അത് വായിച്ചു കഴിഞ്ഞിട്ട് കുടുംബത്തിലിരുന്ന മക്കളോടും ഭാര്യയോടൊക്കെ അത് പങ്കുവെക്കുവാനും, ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഒരുമിച്ച് ധ്യാനം കൂട്ടിയിട്ടുള്ള ആളുകളൊക്കെ ചേർന്നിരുന്ന് കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകൾ, ദൈവം ആ ആഴ്ചയിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞും, അതിരാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന അനുഭവിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഉച്ച കഴിഞ്ഞ് ഒരു കുഞ്ഞു പ്രാർത്ഥനാ കൂട്ടായ്മ, 5, 6, 10 പേരൊക്കെ അടങ്ങുന്ന ഒരു കൂട്ടായ്മയിൽ 1-2 മണിക്കൂർ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ ഒക്കെ നടത്തിയിട്ട് ഒരു ഭാഗം 4-5 വാക്യങ്ങൾ വായിച്ച് അതൊന്ന് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടായ്മയാണ് 34 വർഷം മുമ്പ് ഞാനൊക്കെ സുവിശേഷത്തിലേക്ക് വളരാനുള്ള കാരണമായത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സുവിശേഷം മാറ്റിവെച്ചിട്ട് ഒരു കുടുംബജീവിതമില്ല, സുവിശേഷം മാറ്റിവെച്ചിട്ട് ഒരു ദേവാലയ ജീവിതമില്ല,
സുവിശേഷം മാറ്റിവെച്ചിട്ട് ഒരു ബലിയർപ്പണവും ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അവർ കൂട്ടായ്മ, അപ്പം മുറിക്കൽ, വചനപ്രഘോഷണം എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. ഇനി അപ്പോസ്തല പ്രവർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഞങ്ങൾ വചന ശുശ്രൂഷ വിട്ടുകളഞ്ഞ് ഭക്ഷണമേശയിൽ ശുശ്രൂഷിക്കുന്നത് ഉചിതമല്ല. അതുകൊണ്ട് നിങ്ങളിൽ കൊള്ളാകുന്ന 7 പേരെ തിരഞ്ഞെടുക്കുക. ഞങ്ങൾ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കട്ടെ. സഭാതലവനായ പത്രോസിന്റെ വാക്കുകൾ അവർക്കത് ഇഷ്ടമായി. അവർ 7 പേരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തല പ്രവർത്തനം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം എന്താണ്? അതിനാൽ സഹോദരരെ, 2-ാമത്തെ വാക്യം അതുകൊണ്ട് 12 ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞു, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച്, ശ്രദ്ധിച്ചു കേട്ടുള്ള പ്രിയമുള്ളവരെ, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. ദൈവവചന പ്രഘോഷണത്തിന് ശുഷ്കിച്ചു പോയിട്ട് ഭക്ഷണമേശയിൽ ദേവാലയത്തിൻ്റെ അനുദിന നടത്തിപ്പിന് വേണ്ട പണം സമ്പാദ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ അനൗൺസ്മെന്റ് വഴി ചെയ്യാൻ സമയം ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നത് ഉചിതമല്ല. അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേര് നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ. ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു പൗരോഹിത്യ നൽവരം കിട്ടിയ ആളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം നമ്മുടെ ജീവിതത്തിൽ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. 5-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെ വാക്യങ്ങൾ. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നത്. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. 20-ാമത്തെ വാക്യം, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. അതുകൊണ്ട് ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ഇതിൽ കുറഞ്ഞ ഒരു സുവിശേഷമില്ല. ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഇതാണ് സുവിശേഷം. 1 കൊരിന്ത്യർ 3:9 നമ്മളിങ്ങനെ വായിക്കുന്നു. 1 കൊരിന്ത്യർ 3:9, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരൻ. 3:9 വാക്യം, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്, നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 4:1, ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. ഹല്ലേലൂയ. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് പ്രിയമുള്ളവരെ ആത്മീയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവവേല എന്ന് പറയുന്നത് ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, അതിലെന്താണ് പറയുന്നത്? എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എൻ്റെ കൈവപ്പിലൂടെ, ശ്രദ്ധിച്ചു കേട്ടോളണം, ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സമയത്തിൻ്റെ പരിമിതി ഉണ്ടല്ലോ.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കെട്ടുകഥകളോ മറ്റ് മഹാന്മാരുടെ കാര്യങ്ങളൊന്നുമല്ല സംസാരിക്കേണ്ടത്, വേണ്ട എന്നല്ല. പക്ഷേ ബുദ്ധിയിലോ മനുഷ്യർക്ക് ആവേശം കൊള്ളുന്ന തരത്തിലുള്ള അറിവിൻ്റെ പാണ്ഡിത്യത്തിലോ ഒന്നുമല്ല, ആത്മാവിൻ്റെ നിറവിലാണ്. ആത്മാവിൻ്റെ നിറവിൽ എന്താണ് ആത്മാവിൻ്റെ നിറവിൽ പറയേണ്ടത്? ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ എബ്രായർ ലേഖനത്തിലേക്ക് വരുമ്പോൾ, എബ്രായർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. എബ്രായർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഹല്ലേലൂയ. എന്താണ് അവിടെ പറയുന്നതെന്ന് അറിയാമോ? 4-ാമത്തെ, അഹറോനെ പോലെ, വീണ്ടും പൗരോഹിത്യത്തിലേക്ക് വരികയാണ്, അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ, അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അവിടെ ഒരു പൗരോഹിത്യ നൽവരം എന്ന് പറയുന്നത്, പുരോഹിതനാകാൻ വിളിക്കപ്പെടുക എന്ന് പറയുന്നത് ആരും സ്വയം തിരഞ്ഞെടുക്കുന്നതല്ല. പൗരോഹിത്യത്തെ ആക്ഷേപിക്കുന്നവരും പൗരോഹിത്യത്തെ എതിർക്കുന്നവരും പൗരോഹിത്യത്തെ തേജോവധം ചെയ്യുന്നവരൊക്കെ പരിശോധിക്കേണ്ടതാണ്. പൗരോഹിത്യത്തിനെതിരെ കയ്യോങ്ങുന്ന ആളുകൾ വരെയുണ്ട്, ദുഷിച്ച വർത്തമാനങ്ങൾ പറയുന്നവരുണ്ട് വിശ്വാസികളുടെ ഇടയിൽ തന്നെ. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന വിശ്വാസിയല്ല ഞാൻ പറയുന്നത്, പേരുകൊണ്ട് വിശ്വാസികളായിട്ടുള്ളവർ, വായ് കൊണ്ട് എന്തു തോന്നിവാസവും പറയുന്നവര്. പൗരോഹിത്യം അതിൻ്റെ പൂർണ്ണമായ ശക്തിയിൽ ദൈവജനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ്, ദൈവജനത്തിൽ നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം 5:4 കൂടി ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിനോട് ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് പിതാവാം ദൈവം ലോകത്തിന് വെളിപ്പെടുത്തിയതുപോലെ പൗരോഹിത്യത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തുന്നതാണ്. പൗരോഹിത്യത്തെക്കുറിച്ച് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അഭിഷേകമാണ്. അതുകൊണ്ട് പുരോഹിതനേരെ പൗലോസ് അപ്പോസ്തലൻ പുരോഹിതനെ വെള്ള തേച്ച ചുവരെ എന്ന് വിളിച്ചു. കാരണം ന്യായപ്രമാണം അനുസരിച്ച് പൗലോസിനെ ശിക്ഷ വിധിക്കണമെന്ന് പറഞ്ഞു കൊണ്ടുവന്നു ന്യായരഹിതമായി വിധിക്കുകയാണ്, ന്യായരഹിതമായി വിധിക്കുകയാണ്. അപ്പോൾ ന്യായപ്രമാണം അനുസരിച്ച് ഒരു തെറ്റും ചെയ്യാത്ത പൗലോസിനെ തെറ്റുകാരനായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്താ പറയുന്ന പൗരോഹിത്യത്തിൻ്റെ അഹംഭാവവും അധികാരവും എല്ലാം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പൗലോസിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ആ അനീതിയിൽ അമർഷം പൂണ്ട, ആ അനീതിയിൽ രോഷം കൊണ്ട പൗലോസ് പറയുകയാണ് വെള്ള തേച്ച ചുവരെ. അപ്പോൾ അടുത്ത് നിന്ന ഒരുത്തൻ മഹാപുരോഹിതൻ്റെ ഒരു സഹായി പൗലോസിൻ്റെ കർണത്തിനടിച്ചു. ദൈവത്തിൻ്റെ മഹാപുരോഹിതനെ നീ ആക്ഷേപിക്കുന്നത് എന്താന്ന് ചോദിച്ചു. അപ്പോൾ പൗലോസ് പറഞ്ഞു, സോറി, ഞാൻ അറിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം, ദൈവത്തിൻ്റെ മഹാപുരോഹിതനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ദൈവത്തിൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവകരങ്ങളിൽ നിന്ന് ലഭിച്ചതാണ്. അത് പ്രധാന പൗരോഹിത്യമായാലും പൗരോഹിത്യമായാലും സമ്മാശപ്പെട്ടമായാലും ഒരു അഭിഷേകം ഒരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് സ്വയം വിളിച്ചതല്ല. പക്ഷേ ഒരു കാര്യം കൂടി ഓർക്കണം, അത് വിളിക്കപ്പെട്ടവൻ അത് വിശ്വസ്തയോടെ ചെയ്യുന്നില്ലെങ്കിൽ അവൻ ഇരട്ടി ശിക്ഷ, അധികം
കൊടുത്തവനോട് അധികം ചോദിക്കും. അതാണ് നമ്മൾ ഇന്നലെ മുതൽ ധ്യാനിച്ചു വരുന്നത്. അധികം കൊടുത്തവനോട് അധികം ചോദിക്കും. ഇനി അലസനായിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളതും കൂടി മറ്റുള്ളവർക്ക് കൊടുക്കും. അത് കൂടുതൽ പ്രിയമുള്ളവരെ പ്രയത്നിക്കാൻ തയ്യാറാകുക. ഈ കൊഹനോ ഞായറാഴ്ച, പട്ടക്കാരുടെ ഞായറാഴ്ച, പ്രിയമുള്ളവരെ, ഇന്നലെയും ഇന്നുമായി നിങ്ങളോട് ഷെയർ ചെയ്ത, പങ്കുവച്ച ഈ തിരുവചനം എനിക്കും നിങ്ങൾക്കും സഭ മുഴുവനും അനുഗ്രഹപ്രദമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ വിളിക്ക് യോഗ്യമാകും വണ്ണം ഞങ്ങൾ പ്രവർത്തിക്കുവാൻ, ഞങ്ങളൊന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ഞങ്ങളുടെ സഭയെ നേരെ നയിക്കുവാൻ തക്കവണ്ണം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഒരു ദേശം വിശുദ്ധീകരിക്കപ്പെടുന്നു. ഒരു ദേശം വിശുദ്ധീകരിക്കുമ്പോൾ ഒരു സമൂഹം, ഒരു സഭ തന്നെ വിശുദ്ധീകരിക്കപ്പെടുന്നു. കർത്താവേ, സഭ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ലോകമെങ്ങുമുള്ള നാനാജാതി മതസ്ഥരും വിശുദ്ധീകരിക്കപ്പെടുകയാണല്ലോ. തൻ്റെ ഏകജാതിനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച കർത്താവേ, സഭയിൽ പൗരോഹിത്യ വിളി നൽകിയതിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ട എല്ലാ അഭിഷിക്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുരോഹിതന്മാർ, പ്രധാന പുരോഹിതന്മാർ, ശ്രേഷ്ഠ ബാവ, പരിശുദ്ധ പാത്രിക്കീസ് ബാവ എന്ന് വേണ്ട ക്രൈസ്തവ ലോകമെങ്ങുമുള്ള എല്ലാ ക്രൈസ്തവ സഭകളുടെയും പരമാധ്യക്ഷന്മാരെയും അധ്യക്ഷന്മാരെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഷമ്മാസന്മാരെ, സിസ്റ്റേഴ്സിനെ എല്ലാം സമർപ്പിക്കുന്നു കർത്താവേ. അതുപോലെ ദയറാക്കാരെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരെ വിളിക്ക് യോഗ്യമാം വണ്ണം പ്രവർത്തിക്കുവാൻ കൃപ നൽകണമേ. എന്നെ കേൾക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവിനെയാണ് കേട്ടതെന്നുള്ള വിചാരത്തോടുകൂടി കേൾക്കുവാനും ഇത് മറ്റുള്ളവരിലേക്ക് പകരുവാനുള്ള കൃപയും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു മാതൃക ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി.